ഒന്നാമത്തെ കാര്യം ഇത് ഡ്രൈവ് ചെയ്യാനുള്ള നല്ലൊരു ട്രാക്ക്, പിന്നെ ഇത് ഫ്ലൈ ചെയ്യാനുള്ള നല്ലൊരു സ്പേസ്, നല്ലൊരു എന്താ പറയുക റൺവേ ഒക്കെ ഉള്ള ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ പ്ലെയിൻ ഫ്ലൈ ചെയ്യണം. ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, പ്ലെയിൻ സ്വന്തമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് ജെറ്റ് എഞ്ചിൻ, അതായത് റിയൽ ജെറ്റിൻ്റെ എഞ്ചിൻ വെച്ചിട്ട് അതിൻ്റെ മിനിയേച്ചർ എഞ്ചിൻ വെച്ചിട്ട് ഫ്ലൈ ചെയ്യുന്ന, അതൊക്കെ ശരിക്കും മറ്റേ ജെറ്റ് പോകുന്ന സൗണ്ട് തന്നെ ആയിരിക്കും നമുക്ക് കേൾക്കുക. അത് പറത്തണ ഫസ്റ്റ് ഫ്ലൈ ചെയ്യുന്നവനൊക്കെ ശരിക്കും ചങ്ക് ഇടിക്കും, കാരണം കൈയൊക്കെ വിറയ്ക്കും, കാരണം അത്രയും പവർഫുൾ ആണ് ആ സാധനമൊക്കെ. ഇപ്പൊ ഞാൻ കൈ വരക്കുന്ന കാര്യം പറയുമ്പോ ഒരുപാട് വണ്ടികൾ ഓടിച്ചിട്ടുണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലും സ്പോട്ടില് ഇത് ഓടിക്കുന്ന സ്ഥലത്ത് കൈവരച്ച ഒരു ഇല്ല, വണ്ടിയിൽ ഓടിക്കുമ്പോൾ കൈ വരച്ചല്ല, ഹെലികോപ്റ്റർ ഫ്ലൈ ചെയ്യുമ്പോൾ വരച്ചിട്ടുണ്ട്. കൈ മാത്രമല്ല മുട്ടും വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഞാനൊരു സ്റ്റണ്ട് ചെയ്യുമ്പോൾ, ഫസ്റ്റ് ടൈം ഇത് ഫ്ലിപ്പ് ചെയ്യുമ്പോഴത്തേക്കും, കാരണം ഇതിന്റെ കൺട്രോൾസ് അത്രയുണ്ട്. ഓരോ ചിലപ്പോൾ ഒരു സെക്കൻഡിൽ നമുക്ക് 3 ഇൻപുട്ട് ആയിരിക്കും കൊടുക്കേണ്ടി വരും. നമ്മുടെ മൈൻഡ് അത്രയും ഷാർപ്പായിരിക്കണം. എവിടെയെങ്കിലും ടൈം തെറ്റി കഴിഞ്ഞാൽ ഇത് ക്രാഷ് ആവും. ഇപ്പോൾ നമ്മുടെ മേത്തോട്ട് വന്നാലും നമ്മൾ സ്പോട്ടിൽ തീരും. ഇത് ക്രാഷ് ആയി കഴിഞ്ഞാൽ അത്ര പൈസയും പോകും. അപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ ചെയ്യാത്തതിന്റെ കാരണം അത് തന്നെ. ഒന്നാമത്തെ കാര്യം ഇത് കൺട്രോൾ ചെയ്യാനുള്ള പാട്, ബുദ്ധിമുട്ട്, പിന്നെ ഇത് ക്രാഷ് ആയി കഴിഞ്ഞാൽ അത്രയും എക്സ്പെൻസീവ് ആണ്.